ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആരാ ഇത്? ഒരു പിടിയില്ലല്ലോ. അങ്കിൾ ഇതാ, ഞാൻ അറ്റൻഡ് ചെയ്യും. ഹലോ, ഈ നിൽക്കുന്നത് എന്റെ മോള. ഒരു പെൺകുട്ടിയുണ്ടായി. അവളെ കാക്കയ്ക്കും പരുന്തനും കൊടുക്കാതെ വളർത്തിയ ഒരച്ഛന്റെ നെഞ്ചിലെ പിടപ്പെന്താണെന്ന് നിനക്കറിയില്ല. മാറിലിട്ട് വളർത്തിയ ഒരച്ഛന്റെ ചങ്കിലെ വാത്സല്യം എന്താണെന്ന് നിനക്കറിയില്ല. പക്ഷേ നീ അതറിയാൻ പോവുക. നീയും ഒരച്ഛനാവാൻ പോവുക. ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഇതറിയുന്നില്ല. പക്ഷേ കാലം ഇതിനൊക്കെ സാക്ഷിയാണോ മോനെ? എന്നെ കരയിപ്പിച്ചു വിടുന്ന ഈ അനുഭവം നിന്റെ മകനിൽ നിന്നോ മകളിൽ നിന്നോ നിനക്കൊണ്ടാവാതിരിക്കട്ടെ. ശ്രീ, ഓളുവാ. ശ്രീ, കരയല്ലേ. എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട് ഡോക്ടർ. എന്റെ ബ്രദറിനെ പോലെ വിശ്വസിക്കാവുന്ന ഒരാളാ. ഞാനൊന്ന് വിളിക്കട്ടെ? അവൻ ഇത്തരക്കാരനാണെന്ന് ഞാൻ കരുതിയില്ല. മോള് വിഷമിക്കാതെ. എനിക്ക് വിഷമൊന്നുമില്ലെങ്കിൽ അങ്കിള് വിഷമിക്കാതിരുന്നാ മതി. ആരേത്? പരിചയമില്ലാത്ത നമ്പറാണല്ലോ. എടുക്കണ്ട. വാ. കോള് വേണോട്ടം കട്ട് ചെയ്തോ? ആ, പുതിയ നമ്പരാ, അതായിരിക്കും കട്ട് ചെയ്ത്. ഒന്നുകൂടെ വിളിച്ചു നോക്കാം. ആരാ ഇത്? ഒരു പിടിയില്ലല്ലോ. അങ്കിൾ ഇതാ, ഞാൻ അറ്റൻഡ് ചെയ്യാം. ഹലോ, ഹലോ, ഹലോ. മോള് ഞാൻ അറ്റൻഡ് ചെയ്തപ്പോ അപ്പുറത്തുനിന്ന് കോള് കട്ട് ചെയ്തു. ആരായിരിക്കും? ആർക്കറിയാ? മോളുവാ. ഡോക്ടർ, ഞാനൊരു കാര്യം ചെയ്യാം. ഇദ്ദേഹത്തെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. അത് കൂടുതൽ കുഴപ്പമാവില്ലേ? എന്ത് പ്രശ്നം വന്നോട്ടെ ഡോക്ടർ, ഞാനത് ഫേസ് ചെയ്തോളാം. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. പത്മ വരും.
വിഷമിച്ചിരിക്കുകയാണോ? ഞാനേ നിനക്ക് വേണ്ടി കുറച്ച് ഉണ്ണിയപ്പം വാങ്ങി. ദാ കഴിക്കും. ഞാൻ പിന്നെ കഴിച്ചോളാം. അത് പോരാ, ഇപ്പൊ തന്നെ കഴിക്കണം. എനിക്കിത് ഇറങ്ങില്ല ഹരീഷേട്ടാ. അതെന്താ? ഇവിടുന്ന് വിഷമിച്ച് പോയത് എന്റെ അച്ഛനാ ഹരീഷേട്ടാ. നിനക്ക് മാത്രമേ അച്ഛനും അമ്മയും ഉള്ളോ? അപ്പൊ എനിക്കില്ലേ? ഞാൻ നിനക്ക് വേണ്ടി എന്റെ അച്ഛനും അമ്മയും ഉപേക്ഷിച്ചു. അതിന് കുഴപ്പമില്ലായിരിക്കും. ഹരീഷേട്ടാ, എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രം മതിയെന്ന് ഞാൻ കുറെ നാളായിട്ട് പറയുന്നതാ. ഈ ബന്ധുക്കളെ നമുക്ക് ഇനി വേണ്ട. ഇവരുടെ ശല്യം എനിക്ക് സഹിക്കാൻ വയ്യ. ഉഫ്. അവളും നിന്റെ ആങ്ങളെയും കൂടി എന്റെ പെങ്ങളെ ഒരു ഭ്രാന്തിയാക്കി മാറ്റി. അവളോട് ഞാൻ ക്ഷമിക്കണോ? അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുവാ, നമുക്ക് നമ്മൾ മാത്രം മതി. രാജു, സർ, ഞാനും നീയും തമ്മിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നുന്ന ഒരു കാര്യമുണ്ട്. ചരിത്രം ആവർത്തിക്കുന്നു എന്ന സത്യം. പണ്ടെന്റെ രാഷ്ട്രീയ ഗുരുവും പിന്നെ എന്റെ അമ്മായിയച്ഛനുമായ മഹാദേവ വർമ്മ സാറിനൊപ്പം ഇതുപോലെ സഞ്ചരിച്ച ഓർമ്മ. അന്നത്തെ ഞാൻ തന്നെയാണ് എല്ലാ അർത്ഥത്തിലും ഇന്നത്തെ നീ. ഞാൻ മഹാദേവ വർമ്മ സാറിനെ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ തന്നെ നീ എന്നെയും സ്നേഹിക്കുന്നു. എങ്ങനെ ഞാൻ വർമ്മ സാറിനെ രക്ഷിക്കാൻ നോക്കിയോ അതുപോലെയൊക്കെ തന്നെയാ നീ എനിക്കും രക്ഷാകവചമായി മാറുന്നതും. അയ്യോ സാറേ, മരണം വരെ വർമ്മ സാറിന്റെ പ്രതിച്ഛായക്ക് ഒരു മംഗലം വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവസാനം വരെ അങ്ങനെ തന്നെയായിരുന്നു. ഒരു കളങ്കവും വരാതെ സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതത്തിന് തിരശ്ശീല വീഴുകയും ചെയ്തു. അദ്ദേഹം എത്രയോ നല്ല മനുഷ്യനായിരുന്നു. ഞാൻ വർമ്മ സാറിന്റെ വിധേയനല്ലായിരുന്നു, വിശ്വസ്തനായിരുന്നു. അദ്ദേഹത്തിന് ഞാൻ മാനസപുത്രനും. സത്യത്തിൽ നീയും അങ്ങനെ തന്നെയല്ലേ?